ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് കൊറിയൻ മാംഗോ പാൻകേക്കാണ് കേട്ടോ. അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. 4 ഏലക്കായയുടെ കുരു ഇട്ടത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ. 1 നുള്ളി യെല്ലോ ഫുഡ് കളറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഈ പാൻകേക്ക് ഒരു യെല്ലോ കളറിലാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് കേട്ടോ ഫുഡ് കളർ ചേർത്തത്. ഞാനൊരു 1/2 കപ്പും കൂടി മൈദയും കുറച്ചുകൂടി പാലും ഒഴിച്ചിട്ട് കുറച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി ക്വാണ്ടിറ്റി വേണ്ടതുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 കപ്പ് മൈദ കൊണ്ട് ഉണ്ടാവില്ല എന്ന് തോന്നിയപ്പോൾ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കൂടി പാലും പിന്നെ 1/2 കപ്പ് കൂടി വെള്ളവും ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ലൂസിലാണ് മാവ് വേണ്ടത്. ഇനി പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തവയിലേക്ക് കുറച്ച് ഓയിലാക്കിയിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. തീ നല്ല കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ചുട്ടെടുക്കാൻ. നല്ല തീയിൽ ചുട്ട് പോരുത്, അപ്പോൾ ഇത് ഹോൾസ് വരുവേ. ഹോൾസ് ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ തീ കുറച്ച് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു തവി ഒഴിച്ച് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ ഓരോന്നും. അങ്ങനെ പാൻകേക്ക് ഇതുപോലെ റെഡി ആയിട്ട് എൻ്റെ കുറച്ച് ചൂട് കയറിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഹോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഹോൾസ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഹോൾസ് ഉണ്ടായാൽ നമ്മൾ ക്രീമൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് പോകും. അങ്ങനെ എല്ലാ പാൻകേക്കും ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ചാണ് എടുക്കുക. ഞാൻ അളവൊന്നും നോക്കിയിട്ടില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് വിപ്പിംഗ് ക്രീമൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വെറുതെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തു. അങ്ങനെ നല്ല സ്റ്റിഫാണ് വരെ ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടൊന്ന് ഫ്രീസറിൽ അല്ല ഫ്രിഡ്ജിലോ ഫ്രീസറിലോ കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പെട്ടെന്ന് എടുക്കേണ്ടവർക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ. ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സാധനം ഉണ്ടായപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. മാംഗോയും ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ക്രീമും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക എളുപ്പം നോക്കിയിട്ട് അങ്ങനെ ചെയ്തതായിരുന്നു. ഇനി നമുക്ക് പാൻകേക്ക് സെറ്റ് ചെയ്യാം. ഈ പാൻകേക്കില്ലേ കമിഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടിഭാഗത്താണ് കേട്ടോ ഈ ക്രീം വെച്ച് കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഒന്നുകൂടി കളറ് കിട്ടുക കേട്ടോ പുറം ഭാഗത്തേക്ക്. അങ്ങനെ ഞാനിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമാണ് കേട്ടത്. അങ്ങനെ കുറച്ച് വെച്ച് കൊടുത്ത് അതിന് മുകളിൽ മാങ്ങയുടെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാനായിട്ട് വേണ്ടത്. നമ്മളിഷ്ടത്തിന് എങ്ങനെ വെച്ചാൽ ചെറിയ കഷ്ണങ്ങളാക്കി ഒക്കെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നീട്ടി വെച്ച് കൊടുത്താൽ ചുരുട്ടാൻ എളുപ്പത്തിനാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നീളത്തിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ചായിട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇത് 2 സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക ആദ്യം, എന്നിട്ട് ചുരുട്ടിയെടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടോ ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഇതിങ്ങനെ ഒട്ടിക്കൊന്നും വേണ്ട, അതങ്ങനെ ചുറ്റുമ്പോൾ തന്നെ അതിന് ഒട്ടി നിൽക്കും കേട്ടോ. നിങ്ങൾ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട്, കഴിയുന്നതിനൊക്കെ റിപ്ലൈ തരാറുമുണ്ട്. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. ഇനി എല്ലാവരും വീഡിയോസൊക്കെ കാണുക. റിലേറ്റീവ്സിനൊക്കെ വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാൻ പറയുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെ 2-3 ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു. ഇതുപോലെ ചെയ്തെടുക്കുക.
സെറ്റ് ചെയ്തതിന് ശേഷമില്ലേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ വിപ്പിംഗ് ക്രീം നല്ലോണം തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. ഉണ്ടാക്കിയ പാടെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തണുപ്പുണ്ടാകുമ്പോഴാണ് അധികം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.